ഹലോ, ഇത് കുറച്ച് മുന്നേ ചെയ്തൊരു സെൻട്രൽ ഗ്രൂപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ശരിക്കും എന്നോട് ഒരാൾ ചോദിച്ചിട്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യാൻ വളരെ സിമ്പിളാണ്, വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഈ സെൻറ്റർ ക്ലിപ്പൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഡ്രോപ്പ് കുന്തനും സെറാമിക് കുന്തനുമാണ്. നമുക്ക് ഡ്രോപ്പ് കുന്തൻ ഇഷ്ടമുള്ള കളർ വേണം. നമുക്ക് ഇത് നമ്മുടെ ഇഷ്ടത്തിന് കളറെല്ലാം മാറ്റാം. ഡബിൾ കളർ നമുക്ക് വേണമെങ്കിൽ ഡബിൾ കളർ എടുക്കാം, ഏത് വേണം എടുക്കാം. ഞാൻ OSP ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഫെൽറ്റ് ഷീറ്റ് ഉണ്ടെങ്കിൽ ഫെൽറ്റ് ഷീറ്റിൽ എടുക്കുക, അല്ല എങ്കിൽ നമ്മുടെ വാക്സ് സ്ട്രിപ്പ് ഉണ്ടെങ്കിൽ അതുമായാലും മതി. ഞാൻ ഇപ്പോൾ OSP ട്രാൻസ്പാരൻറ്റ് ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ഷീറ്റ് പീസ് കണക്കിന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ബണ്ടിലായിട്ടൊന്നുമല്ല, ഒരു പീസായിട്ട് വേണമെങ്കിൽ ഒരു പീസായിട്ട് തന്നെ കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മുടെ B7000 ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എത്ര വലിപ്പം, എത്ര ഒരു വിട്ട് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമ്മൾ ആ ഒരു പെൻഡൻറ്റ്, നമ്മളൊരു പെൻഡൻറ്റ് പോലെ ചെയ്യുന്നത്, പാച്ചസ് പോലെ ചെയ്തെടുക്കുന്നത്. ആ പാച്ചസിന് എത്ര വലിപ്പം വേണോ ആ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ബീഡ്സിൻ്റെ എണ്ണം കൂട്ടാം. ഇപ്പോൾ 6, 8, 10, 12, അതായത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് 6, 8, 10, 12 അങ്ങനെ ആക്കാം. അപ്പോൾ ഇതിൻ്റെ വലിപ്പം നമ്മുടെ കൗണ്ട് കൂടുന്നതിനനുസരിച്ച് സെൻറ്റർ നമുക്ക് അത്രയും കുറച്ചുകൂടെ ഗ്യാപ്പ് കിട്ടും. ഓക്കെ, കണ്ടോ? ഇതിപ്പോൾ ഞാൻ ഒരു 6 വെച്ച് കഴിഞ്ഞാൽ സെൻറ്ററിൽ എത്ര ഗ്യാപ്പ് കിട്ടും, 8 വയ്ക്കുമ്പോൾ എത്ര കിട്ടും, അത്ര. അപ്പോൾ എനിക്ക് കുറച്ച് ഗ്യാപ്പ് വേണമെന്നുള്ളതാണ് ഞാൻ ഇത് കൂടുതൽ കൊടുത്തിട്ടുള്ളത്. നോക്കിയേ, കണ്ടോ? എന്നിട്ട് ഇതിനെല്ലാം ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇത് വലിപ്പമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചൂസ് ചെയ്യാം. ഞാൻ സെൻറ്റർ കുറച്ചൊരു ഗ്യാപ്പ് വേണം, അതുകൊണ്ടാണ് കൂടുതൽ കൊടുത്തത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, സെൻറ്ററിലേക്ക് എന്ത് ചെയ്യുന്നു, ഒരു ചെറിയ അടുത്തൊരു ലെയർ പോലെ ബീഡ്സ് കൊടുക്കുക. ബീഡ്സ് അല്ല, നമ്മുടെ കുന്തൻ സ്റ്റോൺ അടുത്ത് കൊടുക്കുകയാണ്. ഇതുപോലെ എടുത്ത് ഫിക്സ് ചെയ്താൽ മാത്രം മതി. ആദ്യം വെക്കുമ്പോഴൊക്കെ നമ്മൾ ചിലപ്പോൾ വയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങ് തിരികെ ഇളകി വരും കേട്ടോ. എന്നിട്ട് ഇതുപോലെ 4 ഞാൻ സെൻറ്ററിൽ കൊടുത്തു. അതിനുശേഷം അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ വിടർന്ന് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്, കണ്ടില്ലേ? ഇനി ഈ സെൻറ്ററിൽ വേറെ കളർ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇതിന് വരെ വൈറ്റ് വേണമെങ്കിൽ കൊടുക്കാം, ക്രീം കളർ കൊടുക്കാം, നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാം കേട്ടോ. സെൻറ്ററിൽ ഞാൻ സെറാമിക് കൊടുക്കുന്നു. നമുക്കിവിടെ സ്റ്റോൺ വേണമെങ്കിൽ കൊടുക്കാം. ഇത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ പാച്ചസ് ഒക്കെ ചെയ്തെടുക്കാം. ഇനി ഇതിനെ കട്ട് ചെയ്തിട്ട് അതിലൊരു ഹാങ്ങിങ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇയർ റിംഗ് ആക്കാം. ഇത് പെൻഡൻറ്റ് കട്ട് ചെയ്ത് ഒരു ഹാങ്ങിങ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് മാലയായിട്ടിടാം. ശരിക്കും പറഞ്ഞാൽ പാച്ചസ് എല്ലാം ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ റൗണ്ട് ഷേപ്പിൽ. എന്നിട്ട് ഇതുപോലെ നമ്മുടെ എഡ്ജ് എന്ത് ചെയ്യുക, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതല്ലേ, അത് കാണാത്ത രീതിയിൽ ഒന്ന് ഉരുക്കി അകത്തേക്ക് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉരുക്കരുത്, കാരണം നമ്മുടെ സ്റ്റോണിൻ്റെ പുറം ചിലപ്പോൾ ഫെയ്ഡാവും കളറ്. നോക്കി ഇതുപോലെ. ഇത് വളരെ സിമ്പിളാണ്. നമുക്ക് ഇതുപോലെ എത്ര തരത്തിലുള്ള എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പെൻഡൻറ്റ് വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. പാച്ചസുകൾ ഇതുപോലെ ചെയ്തെടുക്കാം. നോക്കി. അപ്പോൾ ഇനി ഇതെന്ത് ചെയ്യാം, ഇതാണ് സെൻറ്ററിൽ ഞാൻ കൊടുക്കുന്നത്. ഇനി നമ്മുടെ സെൻറ്റർ ക്ലിപ്പ് എടുത്തു. പാരിറ്റി ക്ലിപ്പെന്നും പറയും കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചിലപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ സെൻറ്റർ ക്ലിപ്പ് എന്ന് ചോദിച്ചാൽ കിട്ടണമെന്നില്ല. ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എപ്പോഴും റേറ്റ് കൂടുതലാണ്. നമുക്ക് ഷോപ്പിലാണെങ്കിൽ നമുക്ക് റേറ്റ് കുറവ് കിട്ടും. പിന്നെ ഇതുപോലെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സൈഡിൽ എന്ത് ചെയ്യുക, ഞാൻ ഒരു ഡിസൈനായിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ വലുതും ചെറുതുണ്ടെങ്കിൽ ചെയ്തിട്ട് വയ്ക്കാം. പലതരത്തിൽ നമുക്ക് ചെയ്യാം. ഞാൻ അതിന് പകരം ഇനി ബാക്കി സൈഡിലേക്ക് എന്ത് ചെയ്യുന്നു, അതേ കളറിലെ സ്റ്റോൺ തന്നെ, കുന്തൻ സ്റ്റോൺ തന്നെ ഇങ്ങനെ സൈഡിലേക്ക് ഇതുപോലെ 2 ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു. വളരെ സിമ്പിളാണ്. ആ സെൻറ്ററിലുള്ളതൊന്ന് ചെയ്തെടുക്കുന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ചെയ്യുന്ന സമയത്ത് ഒരു 5-6 കൂടുതൽ ചെയ്യും. എന്നിട്ട് ഈ ബാക്കി വരുന്ന പാച്ചസൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ നമുക്കത് ഉപകരിക്കും. അതുകൊണ്ടാണ് ഇതുപോലെ. അതിനുശേഷം ആ സൈഡിലേക്ക് ഇതുപോലെ 2 സൈഡിലേക്കും കുന്തൻ സ്റ്റോൺ വെച്ച് കൊടുക്കുന്നു. ഈ കുന്തൻ സ്റ്റോൺ വയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുത്തിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം, അധികം ഗ്യാപ്പ് വരാത്ത രീതിയിൽ ഇത് ചെയ്യുക. പിന്നെ നമ്മൾ വെക്കുന്ന അതെല്ലാം ഒരേ രീതിയിൽ നിൽക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പുറകിലോട്ടും ഒന്ന് ഫ്രണ്ടിലോട്ടും അങ്ങനെയല്ല, ഒരേ ലെവലിൽ നിൽക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുക, വെക്കാൻ ശ്രമിക്കുക. അറേഞ്ച് ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഞാനിങ്ങനെ ചെയ്തു വന്നപ്പോൾ ആ എഡ്ജിൽ ലാസ്റ്റ് ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നതാണ് ണ്ടോ. ഇനി ഇതുപോലെ നമ്മുടെ കൈയൊക്കെ വെച്ചിട്ട് ഇതിനെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറച്ചുകൂടെ ഒരു സ്പേസ് കിട്ടും നമുക്ക്. ഇതുപോലെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൈ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നീ കണ്ടില്ലേ, അറേഞ്ച് ചെയ്തപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ ഒരു എഡ്ജിൽ ഒരു ഫിനിഷിങ്ങിന് വേണ്ടി ഒരു കുന്തൻ സ്റ്റോൺ കൂടെ കൊടുക്കുന്നു. കണ്ടില്ലേ? ഇതുപോലെയാണ് ശരിക്കും നമ്മളെപ്പോഴും ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോൺ വേണമെങ്കിലും കൊടുക്കാം. ഞാൻ പിന്നെ സ്റ്റോൺ കൊടുത്തില്ല, കാരണം അത് ചെയ്തു വന്നപ്പോൾ തന്നെ നല്ലൊരു ഫിനിഷിങ്ങും നല്ലൊരു ഭംഗിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേറെ സ്റ്റോൺസോ അങ്ങനെയൊന്നും കൊടുത്തില്ല കേട്ടോ. നോക്കിയേ. ഇനി ഇതുപോലെ അപ്പുറത്തെ സൈഡും ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ ചെയ്യുക.
ഇതൊക്കെ വളരെ 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 ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതിന്. ഇത് നമുക്ക് അലിഗേറ്റർ ക്ലിപ്പും ചെയ്യാം. ഇതുപോലെ ഒരു പാച്ചസ് വെച്ചിട്ട് നമുക്ക് രണ്ട് സൈഡിലും ബീഡ്സ് കൊടുത്തിട്ട് അലിഗേറ്റർ ക്ലിപ്പ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്തു പറയുക, കുന്തൻ സ്റ്റോണൊക്കെ 10 ഗ്രാം കിട്ടും. 10 ഗ്രാം 20, 15 രൂപ, 20 രൂപ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉള്ള റേറ്റൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് അലിഗേറ്റർ ക്ലിപ്പ് 3 രൂപ അങ്ങനെ മുതലൊക്കെയാണ് കിട്ടാറ്. അപ്പോൾ ഒരു അല്ലെങ്കിൽ ഒരു 10 15 രൂപ മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളും ചെയ്യാൻ ശ്രമിക്കണം. വളരെ ഇതൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. പല പല കളറൊക്കെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. അപ്പോൾ എന്താ പറയുക, പുതുതായിട്ടൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.